ഇന്ന് ഒരു ഉത്സവ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു വയനാട്ട് കുലവൻ ക്ഷേത്രമുണ്ട്. അവിടെ തെയ്യമാണ്. അപ്പോൾ ഞാനും ഏട്ടനും പപ്പയും കുഞ്ഞാവയും കൂടിയാണ് പോയത്. ഇവിടെ നമ്മൾ എത്തിയപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആളുകളെല്ലാം വന്ന് തുടങ്ങി. ഇന്നിപ്പോൾ ഇവിടെ തോറ്റാണുള്ളത്. തെയ്യമൊക്കെ നാളെയാണ്. തോറ്റം തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്ന് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച്. ചന്തയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങിയൊക്കെ വന്നപ്പോഴേക്കും തോറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നാട്ടുമൂർത്തി വരുന്ന കുഞ്ഞാവക്കാണെങ്കിൽ തെയ്യത്തിനെ കണ്ട് ഭയങ്കര പേടിയായി കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ അധികം നിന്നില്ല. പിന്നെയും ചന്തയൊക്കെ നോക്കിയിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. അവൻ ആദ്യമായിട്ടാണ് ഇതുപോലെ തെയ്യമെല്ലാം കാണുന്നത്. അപ്പോൾ ആ ഒരു രൂപവും ആ ഒരു ചെണ്ടേൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവന് വല്ലാണ്ട് പേടിയായി തുടങ്ങി. ശരിക്കും ഇവിടെ നാളെ രാവിലെ പുലർച്ചെയാണ് തെയ്യമെല്ലാം ഉണ്ടാവുക. ഇന്ന് തോറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് വെടിക്കെട്ടും ഉണ്ട് കേട്ടോ. ഇത് കാഴ്ചവരവ് ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും കാഴ്ചവരവായിരുന്നു. നമ്മൾ കുഞ്ഞാവേനെയും കൊണ്ടായതുകൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ റോഡിൽ തന്നെ നമ്മൾ നിന്നു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞു കുട്ടികളൊക്കെ താലപ്പൊലിയായിട്ട് വരുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര രസമല്ലേ, താലപ്പൊലിയൊക്കെ എടുത്ത് നടക്കുന്നത്. അതുപോലെ വലിയ ചേച്ചിമാരായാലും അവർ താലമൊക്കെ പിടിച്ചിട്ട് കൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പൂത്തിരിയെല്ലാം കത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം തെയ്യം ഇങ്ങോട്ട് വരും കേട്ടോ, ഈ കാഴ്ച സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും തെയ്യം വരുന്ന ടൈമിൽ പടക്കെല്ലാം പൊട്ടിക്കുമായിരുന്നു. പിന്നെ ഈ കാഴ്ചേൻ്റെ നടുക്ക് വരെ കുറച്ച് 2-3 സ്റ്റെപ്പൊക്കെ കളിക്കും. അപ്പോഴെല്ലാം എൻ്റെ കുഞ്ഞാവ് ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ തെയ്യമൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ലേ, അതിൻ്റേതായ ഒരു പേടി. അപ്പോൾ ഏട്ടൻ കുഞ്ഞാവിനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നു. ശേഷം പിന്നെ കാഴ്ച ഇങ്ങനെയാണ് ഇവിടെ കാഴ്ച ഉണ്ടാവുക. ഓരോരോ ഐറ്റംസ് ഇതുപോലെ തുടുക്കി 2 പേര് എടുക്കും. പിന്നെ ലേലം വിളിക്കുക ചെയ്യുക കേട്ടോ. പിന്നെ ബാൻഡുമാല ഉണ്ടായിരുന്നു. അതിന് പുറകിലായിട്ട് കുഞ്ഞുമക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ടൈമിൽ ഇവർ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ കളിക്കുന്നത് തന്നെ സമ്മതിച്ചു കൊടുക്കണം. അതിനിടയ്ക്കൂടി ആ മഞ്ഞ പൂച്ചക്കുട്ടീനെ കണ്ടോ, അതേ കുട്ടികളുടെ എല്ലാം അടുത്ത് വന്ന് ഒരേ കളിയൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ കൈകൊട്ടിക്കളി ടീംസാണിത്. പിന്നെ ഇത് ദുഷ്യന്തനും ശകുന്തളയാണ് കേട്ടോ. അവരുടെ ഒരു ടാബ്ലോ ആണിത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സോങ്ങൊക്കെ വരുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ടോ, സോങ് ഇടുന്നില്ല. കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ കയറി. നമ്മൾ പറഞ്ഞത് അപ്പവും മുട്ടയും പിന്നെ ഒരു ബുൾസൈ ആയിരുന്നു. പിന്നെ നല്ല ചായ ആയിരുന്നു കേട്ടോ. കുഞ്ഞാവക്കാണ് നമ്മൾ ബുൾസൈ വാങ്ങി. അവനാണെങ്കിൽ വിശന്ന് കരയുന്നുണ്ടായിരുന്നു. പിന്നെ വെടിക്കെട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. നല്ല വെടിക്കെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാ വീട്ടിലേക്ക് പോയി.